തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലനും മറ്റ് 11 അപ്പോസ്തലന്മാരും ചേർന്ന് അവിടെ വന്നുകൂടി ജനത്തോട് സംസാരിച്ച വിഷയങ്ങളെ അധികരിച്ചായിരുന്നുവല്ലോ. നമുക്കതിൻ്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 40-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നല്ലോ: മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രധാന ചിന്താ വിഷയം ഇതാണ്: ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ദൗർഭാഗ്യവശാൽ ഇന്ന് ഈ വേർപാടിനും വിശുദ്ധിയുമെന്നും വലിയ പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടമായി തീർന്നിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ വേർപാടും വിശുദ്ധിയും, വേർപാടെന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് ഹവ്വായെ പിശാച് ഉപായത്താൽ ചതിച്ചു എന്ന് പറഞ്ഞതുപോലെ ഉപായത്താൽ തന്ത്രപൂർവ്വം വളരെ വിദഗ്ധമായി വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി നിന്ന ദൈവജനത്തെ പോലും വഞ്ചിച്ച് അതിന് പ്രസക്തിയില്ലെന്ന് വരുത്തി കൂട്ടുന്ന ലോകമയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന വല്ലാത്ത ദുരനുഭവം നമ്മുടെ ചുറ്റിലും കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ അല്പമാഴത്തിൽ തിരുവചന വെളിച്ചത്തിൽ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന ഭാഗങ്ങളിലേക്ക് തിരിയാം. സർവശക്തനായ ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അത് തിരിച്ചറിയാൻ ദൈവം നമുക്ക് വിവേകം നൽകട്ടെ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അതായത് 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്ന് നമുക്കറിയാം. അതിനകത്ത് എന്തെന്നാൽ നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചതിൽ ദുഃഖിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയ അനുഭവം വളരെ സങ്കടകരമായ ഒരനുഭവമാണല്ലോ. അതിൻ്റെ 12-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായൊരു ഭാഗം കാണാമല്ലോ ദൈവമക്കളെ. അതായത് അബ്രഹാം പിതാവിനെ ദൈവം സന്ദർശിച്ച് സംസാരിക്കുന്ന ഭാഗം 12-1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ: നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം. പിതാവായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, സർവവല്ലഭനായ ദൈവത്തിന് അബ്രഹാം പിതാവിനെ അവിടെ വെച്ച് അങ്ങ് അനുഗ്രഹിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷേ ദൈവം പറയുകയാണ്, ഇല്ല, നീ പുറപ്പെട്ട്, അതായത് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണമെന്ന് ദൈവം പറയുന്ന ഭാഗം എത്ര ഗൗരവമേറിയതാണെന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ വേർപാടിൻ്റെ ശക്തമായ സന്ദേശം പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നാം കാണുന്നത്. അബ്രഹാം പിതാവിനോട് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ടു പുറപ്പെട്ടു പോകാൻ കൽപ്പിക്കുന്ന ദൈവം. അവിടെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നാം കാണുന്നൊരു വാക്യമുണ്ടല്ലോ. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 2-3 വാക്യങ്ങളിൽ കാണുന്നു: സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ,
നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു തരുവാനിരിക്കുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, സർവശക്തനായ ദൈവം അബ്രഹാം പിതാവിനോട് ഇങ്ങനെ കൽപ്പിക്കാൻ എന്താ കാര്യം? തൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടുപോകാൻ പറയാതെ അവിടെ അങ്ങ് അനുഗ്രഹിച്ച പോരായിരുന്നു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട പ്രധാന വിഷയം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞ അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ, അവരിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ എന്ന് പറഞ്ഞാൽ മറ്റു ജനവുമായി ഇടകലരുന്ന വിഷയത്തിൽ ദൈവത്തിന് താല്പര്യമില്ല എന്ന കൃത്യമായ സന്ദേശമല്ലേ നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ സന്ദേശം ചിലർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് കാണുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും വളരെ ഗൗരവമായ മറ്റൊരു വിഷയം കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതായത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ കൂടി നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിക്കാം. അതിങ്ങനെയാണ് വായിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. അല്ലയോ കൊരിന്ത്യരേ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം വളരെ പ്രാധാന്യവും ഗൗരവമായി കാണുമോ ദൈവമക്കളെ? അതിൻ്റെ 14-ാം വാക്യം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട വാക്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലയാലിനും തമ്മിൽ എന്തു പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ആ പദം കേൾക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ചിന്തകൾ കയറി വരുന്നുണ്ട്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഇന്ന് ദൈവാലയം എന്നും പറഞ്ഞ് പണിയുന്നു എന്ന് പറഞ്ഞ് വലിയ വലിയ ഹോളുകളും പള്ളികളും ഒക്കെ സ്ഥാപിക്കുന്ന ആളുകളുടെ കാര്യം ഓർക്കുമ്പോൾ സങ്കടവും സഹതാപവും തോന്നുകയാണ്. വലിയ ഹോളുകൾ, എനിക്കറിയത്തില്ലത് ഏത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നതെന്ന്. ഇവിടെ അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞ് പറയുകയാണ്, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. പണ്ട് കാലത്തൊക്കെ വീടുകളിലല്ലേ കൂട്ടായ്മകൾ കൂടി വന്നത്. മെഗാ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ 500 1000 ഒക്കെ ആളുകൾ കൂടിയാൽ പരസ്പരം ഒന്ന് കാണാനോ മനസ്സിലാക്കാനോ സംസാരിക്കാനോ സമയം കിട്ടുമോ? എന്താണ് ഈ സഭകളുടെയൊക്കെ ലക്ഷ്യം? എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവജനം പരസ്പരം സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും അംഗീകരിപ്പാനും ഉതകുന്ന സാഹചര്യമല്ലേ വേണ്ടത്? ഒരു 50 പേരിൽ കൂടാത്ത കൂട്ടായ്മയല്ലയോ യോഗ്യം, ഉചിതം? അവർ പരസ്പരം മനസ്സിലാക്കുവാൻ, വേദനകൾ പങ്കിടുവാൻ, പരസ്പരം വീടുകളിൽ സന്ദർശിക്കുവാൻ, പ്രതിസന്ധികൾ മനസ്സിലാക്കി പ്രാർത്ഥിപ്പാനും സഹായിക്കേണ്ടവരെ സഹായിക്കാനും ഒക്കെയുള്ള ശരിയായ കൂട്ടായ്മയുടെ മാധുര്യവും സന്തോഷവും അനുഭവിപ്പാൻ ചെറിയ കൂട്ടായ്മകളല്ലയോ നല്ലത്? അതേതെങ്കിലുമൊക്കെ ചെറിയ വീടുകളിലോ സൗകര്യം പോലെ കൂടി വരികയല്ലേ നല്ലത്? വലിയ കൂട്ടായ്മ ഒന്ന് പേരെടുക്കാൻ വേണ്ടി ബന്ധപ്പെടുന്ന വലിയ പ്രമാണിമാരുടെ തന്ത്രം പൈശാചികമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ദൈവജനത്തിനുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം തൽക്കാലം വിടുകയാണ്. അപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ തുടർമാനമായി 16-ാം വാക്യത്തിൻ്റെ തുടർച്ച ഇങ്ങനെ പറയുന്നു: ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട്
അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യും. ഈ പദമാണ് വളരെ ഗൗരവമായി കാണേണ്ടത്. അതിൻ്റെ 16-ാം വാക്യത്തിൻ്റെ ഈ ഭാഗം നോക്കൂ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യും. ഇത് കൃത്യമായി പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ എന്ന് പറയുന്ന ആരുടെ നടുവിൽ നിന്ന്? അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നില്ലേ, നിങ്ങൾ അവിശ്വാസികളുമായ ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചർച്ച. ഇത് പറയുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു മാറണമെന്നല്ല പറയുന്നത്. നമ്മുടെ ചുറ്റുപറ്റുള്ള സകല മനുഷ്യരെയും ജാതി മത ഭേദമന്യേ സ്നേഹിച്ച് സഹകരിച്ച് അവരുമായി എല്ലാ കാര്യത്തിലും ഇടപെട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആത്മീയ വിഷയത്തിൽ യാതൊരു സന്ധിയും ചെയ്യരുത് എന്നാണ് എൻ്റെ അർത്ഥം. എല്ലാവരെയും സ്നേഹിപ്പാൻ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമല്ലേ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരുമായി സഹകരിക്കണം, ബന്ധപ്പെടണം. അതെല്ലാം ആവശ്യമാണ്. അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ആത്മീയ വിഷയത്തിൽ ദൈവമക്കൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ പാടില്ല. അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോ മറ്റു ചെയ്തികളോ ആരാധനാ സംബന്ധമായ ആത്മീയമായ മറ്റു വിഷയങ്ങളുമായുമോ നമുക്ക് സഹകരിക്കാൻ പാടില്ല എന്നാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്ന ഈ ഭാഗത്തു നിന്നുള്ള ആശയം. അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേർപാട് എന്ന വിഷയത്തിന് ഗൗരവം കൊടുക്കണം എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാക്യം നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ. ഈ പുറപ്പാട് പുസ്തകം 23-25, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അടുത്ത വാക്യം 26-ാം വാക്യം, ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടായില്ല, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ആ 23-ാം അധ്യായം പൊതുവിൽ ദൈവവേദന വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പറയുന്ന പരാമർശം ഇത്രയേ ഉള്ളൂ, ദൈവത്തെ തന്നെ സേവിപ്പിൻ. അങ്ങനെ സേവിച്ചാൽ ദൈവം അവർക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ആഴമായ അനുഭവങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്ക് ഈ ലേവ്യ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നോക്കൂ. 1-2 വാക്യങ്ങൾ. 2-ാം വാക്യത്തിൽ ശ്രദ്ധേയമായൊരു വാക്യം ദൈവജനം ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായിട്ടുണ്ട്. അതിൻ്റെ 19-1 ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോടും സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. കണ്ടോ, യഹോവയായ ദൈവം കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും എൻ്റെ ജനമായ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന ശക്തമായ സന്ദേശം ദൈവം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത് നമ്മൾ ഗൗരവമായി കാണേണ്ടതല്ലേ ദൈവമക്കളെ? വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഈ ബലയാം ബാലാക്ക് രാജാവിനടുക്ക് ബാലാക്ക് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ചെന്ന സംഭവത്തോടുള്ള ബന്ധത്തിൽ സംഖ്യാപുസ്തകത്തിലെ ഒരു വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 23-ാം അധ്യായത്തിന് 9-ാം വാക്യം നമ്മൾ നോക്കൂ. ബലയാം പറയുന്ന കാര്യമാണ്. നോക്കൂ, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. കണ്ടോ, തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ ഇടയിൽ അവർ എണ്ണപ്പെടുന്നില്ല. അങ്ങനെ പ്രത്യേകമായ ഒരു വേർപാട് നിലനിൽക്കുന്ന ഒരു ജനത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ തിരുഹിതം അതാണ്. നമ്മൾ വിശുദ്ധിയും വേർപാടും നിലനിർത്തണം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ തിരുഹിതം. അതുകൊണ്ടാണ് ആ വിഷയത്തിലും അവിടെ കൃത്യമായിട്ട് ഇങ്ങനൊരു വാക്യം നമുക്ക് വായിക്കാനിടയായത്. യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് അറിയാമല്ലോ, ഒരു ആഖാൻ്റെ ചരിത്രം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ. അവിടെ നമുക്കറിയാം, ദൈവം എന്ന് പറഞ്ഞത്, ദൈവം എരിഹോ പട്ടണം പിടിച്ചെടുക്കിയ ശേഷം
മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നൊന്നും എടുക്കരുതെന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ട് അതറിയാം. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരകൃത്യം ചെയ്തു. യഹൂദാഗോത്രത്തിൽ സേരകന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലതെടുത്ത് യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ബാക്കി ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ദൈവം ചില വിഷയത്തിൽ വേർപാടിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുഹിതത്തിനനുസരിച്ച് വിശുദ്ധിയും വേർപാടും നിലനിർത്താൻ നമുക്ക് ബന്ധപ്പെടാം, നമുക്ക് ശ്രമിക്കാം. ഈ വേർപാടിനുള്ള ബന്ധത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, ഇന്ന് പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നടക്കുന്ന കല്യാണ ശുശ്രൂഷകളുടെ പേക്കൂത്ത. സത്യത്തിൽ എന്താണ് നടക്കുന്നത് എനിക്ക് വളരെ സങ്കടവും വേദനയും തോന്നുന്ന വിഷയമാണ്. പൗരോഹിത്യ സഭകളിൽ വിവാഹ ശുശ്രൂഷ വളരെ ഗൗരവമായി അവരുടെ പരിമിതികൾക്കുള്ളിൽ ആ കാഴ്ചപ്പാട് വെച്ച് വളരെ ഭക്തിയോടെ ശ്രദ്ധയോടെ ചെയ്യുന്ന ശുശ്രൂഷയാണ് വിവാഹം. പള്ളിയകത്ത് കയറി ബഹളം വയ്ക്കാനും കോലാഹലം കാണിക്കാനും ആരെയും സമ്മതിക്കത്തില്ല. അവിടെ എൻ്റെ പഠനത്തിലും മനസ്സിലാക്കലിലും ഒരു ബലഹീനത മാത്രമേ ഉള്ളൂ. ഈ ഫോട്ടോ എടുക്കുന്ന ക്യാമറക്കാർ കുറേയധികം അവിടെ എന്താ പറയുക, ആത്മീയ അന്തരീക്ഷത്തിന് ക്ഷീണം വരുത്തുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു എന്നതൊഴിച്ചാൽ ദേവാലയത്തിനകത്ത് യാതൊരു കൂത്തും കാണിക്കാൻ സഭാ നേതൃത്വം സമ്മതിക്കില്ല. വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ആ ശുശ്രൂഷ നടക്കുന്നത് എന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. പിന്നെ വധു എങ്ങനെ ഒരുങ്ങി വരുന്നു എന്നത് ചിന്തനീയമാണ്. ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ, അതൊക്കെ അവരുടെ ഔചിത്യപൂർവ്വം ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ലാതെ എനിക്ക് അതിൽ കവിഞ്ഞൊന്നും പറയാനില്ല. എന്നാൽ പ്രൊഫഷണൽ വിഭാഗത്തിൽ നടക്കുന്നത് വളരെ ദയനീയമാണ്. പ്രൗഢി കാണിക്കാൻ, ഗാംഭീര്യം കാണിക്കാൻ, താൻ സംതിങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി വെപ്രാളം കൂട്ടുന്ന പരമദയനീയമായ പൈശാചിക കെണികളുടെ ബഹിർഗമനം ഏത് വിവാഹത്തിൽ ഇപ്പോൾ കാണാം. സാമ്പത്തികം കുറഞ്ഞവർ പോലും കടം മേടിച്ചു പോലും പ്രൗഢി കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ വളരെ സങ്കടവും വേദനയും തോന്നാറുണ്ട്. സത്യത്തിൽ വിവാഹം നമുക്കറിയാം, ഒരു യുവാവും യുവതിയും തമ്മിൽ ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്യുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാമെന്നുള്ള ഒരു ഉടമ്പടിയുടെ മറ്റു ചില വാക്യങ്ങൾ കൂടി ചേർത്ത് പറയുന്ന ഒരു ഉടമ്പടിയാണ്. അതിന് ഇത്രയും ബഹളമൊക്കെ കാണിക്കേണ്ട കാര്യമെന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ല. വേഷവിധാനങ്ങളാണെങ്കിലോ അതതിനേക്കാൾ പരമദയനീയം. സഹോദരിമാരെ തലയിൽ മുണ്ടുപോലും ഇടത്തില്ല. അപ്പം വെയിലൊന്നും വേണ്ടെന്നാണ്, തലമുടി ഉണ്ടല്ലോ അത് മതി എന്ന് പൗലോസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. തിരുവചന ഇതുപോലെ കൂട്ടിമാട്ടിക്കളയുന്ന പൈശാചിക വ്യാപാരത്തെ പറ്റി എന്ത് പറയാൻ? പഴയ കാലത്തൊക്കെ എത്ര ഭക്തിസാന്ദ്രമായ വിവാഹ ശുശ്രൂഷകൾ നടന്നിരുന്നു. എന്നാൽ ഇന്ന് ആടിമൊഴി, അതായത് വസ്ത്രം ധരിക്കുന്നത് മുതൽ ക്യാമറയിൽ പിടിച്ച് അതെല്ലാം പ്രദർശിപ്പിക്കുന്നു. പിന്നെ നടക്കുന്നു പോകുന്നതെല്ലാം. സത്യം പറഞ്ഞാൽ വിവാഹ ശുശ്രൂഷ നയിക്കുന്നത് ഇപ്പോൾ ക്യാമറാമാനാണ്. അവർ ചെരിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ചെരിഞ്ഞിരിക്കും, നിവർന്നിരിക്കാൻ പറഞ്ഞാൽ നിവർന്നിരിക്കും, ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയും. അവരാണ് സത്യത്തിൽ ശുശ്രൂഷകളെ നയിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അതിനുവേണ്ടി ഇരുന്നു കൊടുക്കുന്ന പാവം വധൂവരന്മാർ. എന്ത് കോപ്രായം, എന്ത് ദയനീയമായ അവസ്ഥ. ഇതൊക്കെയാണോ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. പരമദയനീയമെന്നല്ലേ, അല്ലാതെ എന്ത് പറയേണ്ടു? ഇനി സദ്യയിലേക്ക് വന്നാൽ അത് അതിനേക്കാൾ ഭയങ്കരം. വരുമ്പോഴേ വെൽക്കം ഡ്രിങ്ക്, അതിനൊരുക്കിയിരിക്കുന്ന സംഗതികളൊക്കെ എന്ത് ഭയങ്കരം. അത് കഴിഞ്ഞ് ചാപ്പാടാണെങ്കിൽ അതിനെ പറയാനുമില്ല. കാറ്ററിംഗുകാർക്ക് കോളാം. ഇതെല്ലാം തിന്നാൻ പറ്റുമോ മനുഷ്യന്? ഏതായാലും പിന്നെ ആണെങ്കിൽ ഹോളിനകത്ത് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയാൽ പാട്ടിൻ്റെ ബഹളം, എന്തോ ഒരു പാട്ട്, പിന്നെ ഒരു സ്വാഗത പ്രസംഗം, പിന്നെ ചില സാക്ഷ്യങ്ങളോ ശുശ്രൂഷകൾ, അതിനുശേഷം പരിചയപ്പെടുത്തലുകൾ, ആശംസകൾ, എന്തെല്ലാം വേഷങ്ങളാകട്ടെ എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.
ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കേണ്ട കാര്യമുണ്ടോ? വളരെ ലളിതമായ വിവാഹം നടത്തി പ്രാർത്ഥനാന്തരീക്ഷത്തിൽ കാര്യങ്ങൾ ചെയ്യുകയല്ലേ വേണ്ടത്? ഓഡിറ്റോറിയത്തിൽ ആത്മീയ ചൈതന്യ അശേഷമില്ലാതെ വളരെ അലങ്കോലപ്പെട്ട അനുഭവം പോലെ ഓടി നടന്ന ആളുകൾ ബഹളം വയ്ക്കുന്ന രംഗങ്ങൾ വളരെ ദയനീയമെന്നല്ലാതെ ഇത് പറയേണ്ടു. അല്പം വിവരമുള്ള ഒരു ആത്മീയ പക്വതയുള്ളവരെങ്കിലും ഈ വിഷയത്തെ ഗൗരവമായി കണ്ട് വിവാഹ ശുശ്രൂഷകൾക്ക് കുറച്ചുകൂടി പാവനത ഒരു ആത്മീയ ശുശ്രൂഷയാണെന്നുള്ള ഗൗരവത്തോടെ കണ്ട് ചെയ്യുവാൻ ശ്രമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് ഇന്ന് ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. അത് അതിനേക്കാൾ ദയനീയമാണ്. ഞാനിപ്പോൾ മരിച്ചു വീണാൽ എനിക്ക് ദൈവം ഒരുങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്നു. എവിടെയാണ് എത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഞാനെന്ന വ്യക്തി എത്തും. എൻ്റെ ആത്മാവിനെ ദേഹി ഞാനെന്ന വ്യക്തി അവിടെയാ പോകുന്നു. ഞാൻ കാഷ്ടിച്ചിടുന്ന എൻ്റെ ശവശരീരം പിന്നെ ഇവിടെയുള്ള ആളുകൾ റീത്ത് സമർപ്പിക്കുകയോ കുളിപ്പിക്കുകയോ വലിയ വലിയ അലങ്കാരങ്ങൾ ചെയ്യുകയോ മൈക്കൊക്കെ വെച്ച് പാട്ടുപാടി അതിനെ ബൈബിൾ വായന കേൾപ്പിച്ച് നടത്തിയാൽ എന്ത് വിശേഷമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനെന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ എൻ്റെ വെറും ശവം, ജീവനില്ലാത്ത ഞാൻ കാഷ്ടിക്കുന്ന കാഷ്ടമാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്ത ജനം. ഈ കാര്യത്തിൽ എനിക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെയും യഹൂദന്മാരുടെയും നടപടികളെ സന്തോഷത്തോടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം സഹോദരന്മാർ അവരാരെങ്കിലും മരിച്ചാൽ കബറടക്കം വളരെ വേഗത്തിൽ നടക്കും. അധികം നേരം ആ ബോഡി ശവം വെച്ചുകൊണ്ടിരിക്കില്ലെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിനെപ്പറ്റി അറിയില്ല. എങ്കിലും കേട്ടുള്ള അറിവ് ഇങ്ങനെയാണ്. അത് വളരെ പ്രശംസനീയമാണ്, അനുകരണീയമാണ്, നല്ല കീഴ്വഴക്കമാണ്. യഹൂദന്മാരും അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തിരുവചനത്തിൽ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനനിയാസിന്റെയും സഫീറയുടെയും ചരിത്രവും അങ്ങനെയാണല്ലോ. സ്വന്തം ഭാര്യ പോലും ഭർത്താവ് മരിച്ചത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി. ഭർത്താവ് മരിച്ച ഉടനെ അദ്ദേഹത്തെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഉടനെ ഭാര്യ വന്നു, ഭാര്യയും മരിച്ചു, ഭാര്യയും കൊണ്ടുപോയി ഉടനെ തന്നെ അടക്കി. അവിടെ ഒരു സമയം വെച്ചുകൊണ്ടിരുന്ന ആരും ലേലം വിളിക്കാൻ പറ്റുകൊണ്ടിരുന്നില്ല, ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. ഇതല്ലേ വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിലും ആരെങ്കിലും മരിച്ചാൽ എത്രയും വേഗം ആ ശവം അടക്കം ചെയ്യല്, സംസ്കരിക്കുകയല്ലേ വേണ്ടത്. അതിനുവേണ്ടി പിന്നെ വലിയ ഷോ കാണിച്ച് പബ്ലിസിറ്റി കൊടുത്ത് ആഘോഷമാക്കി മാറ്റി പ്രൗഢി കാണിക്കാനുള്ള വ്യഗ്രത വെളിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ആത്മീയഗോളത്തിലെ നേതൃത്വം ചിന്തിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ചെയ്യുന്നത് വളരെ ഉചിതമായ ഒരു നല്ല നടപടിയാണ്. ആ ശവശരീരം കത്തിച്ചു കളഞ്ഞാൽ പ്രകൃതിക്ക് പോലും ദോഷം വരാതെ എന്താ പറയുക, ഒരു നീറ്റ്നസ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ നടപടി നല്ലതാണ്. ഇനി അത് പറ്റില്ല, ശവം അടക്കിയേ പറ്റൂ എന്നുള്ള നിലയിലാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ തലത്തിലൊരു നടപടി ഉണ്ടാകുന്ന എല്ലാ വീടുകളിലും ഒരു കല്ലറ പണിതാൽ ഈ റോഡിൽ കൂടി ആംബുലൻസും വിളിച്ചു കൊണ്ടുപോയി ബഹളം വെച്ച് ഒത്തിരി കഷ്ടപ്പെടാതെയും ഒത്തിരി പണം ചെലവഴിക്കാതെയും സുഖകരമായ സംസ്കാരം നടത്താൻ പറ്റും. ഏത് വീട്ടിലാണെങ്കിലും 35 സ്ക്വയർ ഫീറ്റുള്ള ഒരു കല്ലറ പണിതാൽ മതിയല്ലോ. ആ കുടുംബത്തിലുള്ള എല്ലാങ്ങളും മരിക്കുമ്പോൾ തലമുറയായി അവിടെ അടക്കുകയും ചെയ്യാം. എന്താ കുഴപ്പം? എന്തൊരു സൗകര്യമാണ്. സമയം നഷ്ടപ്പെടുത്തേണ്ട, ആളുകളെ വണ്ടി യാത്ര ചെയ്ത് ദൂരെ സ്ഥലത്ത് പോകണ്ട. വളരെ വളരെ സൗകര്യമാണ്. ദയവായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നുകൂടി വളരെ വിനയത്തോടെ അപേക്ഷിച്ചു കൊള്ളുന്നു. അതായത് ഇങ്ങനെ വീടുകളിൽ സ്വന്തമായി കല്ലറ പണിയാൻ താല്പര്യമുള്ളവർക്ക് വല്ല സബ്സിഡിയോ ഗ്രാൻഡുകളും കൊടുക്കാൻ ഒരു തീരുമാനമെടുത്താൽ അത് പ്രോത്സാഹനമാകുകയും ഒത്തിരി പേർക്ക് അത് ഗുണമാവുകയും ചെയ്യുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കൊണ്ടൊരു ആശയം പറഞ്ഞതേ ഉള്ളൂ. അത് വേണ്ടപ്പെട്ട അധികാരി വേണ്ടവണ്ണം ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക. അതിലുപരി ആത്മീയ നേതൃത്വത്തിലുള്ളവരെ ഈ ശവസംസ്കാരത്തിൽ നിന്ന് കാണിക്കുന്ന ആ ഗാംഭീര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ലളിതമായത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പണമുള്ളവർ വലിയ വലിയ പുള്ളികൾ അവരുടെ സഭാതലത്തിലുള്ള വലിയ ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിക്കും. പാവങ്ങൾ അവിടുത്തെ ലോക്കൽ ഭാഷ കൊണ്ട് ചെയ്യിക്കും. എന്തോ ഒരു വിവരക്കേടായത്.
വലിയ വലിയ പ്രമാണിമാർ ഈ ശവടക്കിനും വിവാഹ ശുശ്രൂഷയൊക്കെ നടക്കേണ്ടത് എന്തിനാ? അവർക്ക് അവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ചെയ്ത് സഭയുടെ വലിയ കാര്യങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിൽ പണം പിടുങ്ങാൻ വേണ്ടി ഓടി നടന്ന് എത്തപ്പെടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ദയനീയമെന്നല്ലാതെ എന്തു പറയേണ്ടു? ഞാൻ വിമർശിക്കാൻ പറയില്ല. കാണുന്ന വേദനാജനകമായ അനാത്മീയമായ ഇത്തരം പ്രവണതകൾ കാണുമ്പോഴുള്ള വേദന കൊണ്ട് പറഞ്ഞു പോകുന്നത്. ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു സംഭവം കൂടി ഓർമ്മ വരുന്നു. ഒരിക്കൽ കുറെ അകലെ ഒരു സ്ഥലത്ത് ഞങ്ങളുമായി ബന്ധമുള്ള 2 ദേവദാസന്മാരുള്ള ഒരു ഭവനം. അവരുടെ അമ്മ മരിച്ചപ്പോൾ ആ ശവടക്കിന് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായി. അന്നത്തെ ഓവർസിയർ, അതിനു മുമ്പിലത്തെ ഓവർസിയർ, അതിനുശേഷം ഓവർസിയർ ആയവരെ തുടങ്ങി വലിയ പ്രമുഖന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും തലയെടുപ്പും ഇരിപ്പും മട്ടുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. സ്നേഹത്തിൻ്റെയോ സൗഹാർദ്ദത്തിൻ്റെയോ അനുഭവത്തിലൂടെ അവരാരിടപെടുന്നത് എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞില്ല. അതാണ് എന്നെ വേദനിപ്പിച്ചത്. ഞാനാണ് വലുതെന്ന് ഓരോരുത്തരും സ്വയം ഭാവിക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. ഇനി അവരുടെ ഭാവം എന്താണെന്ന് ദൈവത്തിനെ അറിയും, ഞാൻ വിധിക്കാൻ ആളല്ല. എങ്കിലും എനിക്ക് അവരുടെ ആ മട്ടും ഭാവവും കണ്ടപ്പോൾ തോന്നിപ്പോയത് എങ്ങനെയാണ് എന്ന് സങ്കടത്തോടെ പറയുക. ഏതായാലും ശവടക്ക് എങ്കിലും വളരെ ലളിതമായി നടക്കട്ടെ. വിവാഹ ശുശ്രൂഷയും ആത്മീയ ശുശ്രൂഷയാണെന്നുള്ള ഗൗരവത്തിൽ അതിൻ്റെ പാവനതയും പരിശുദ്ധിയും നിലനിർത്തി നടത്തട്ടെ. അതിന് സഭാ നേതൃത്വം ശ്രദ്ധ വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മുടെ പ്രധാന ചിന്താ വിഷയം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യമായിരുന്നല്ലോ ദൈവമക്കളെ. അതിനകത്ത് അപ്പോസ്തലനായ പത്രോസ് ആ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന വിഷയം ഇതാണല്ലോ: ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ കാണിക്കേണ്ടവരല്ല നാം. വക്രത തലമുറയിൽ നിന്ന് വേർപെട്ട് ഒരു പ്രത്യേക ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ് അപ്പോസ്തലനായ പത്രോസ് ആ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അവരുടേതായ ശൈലിയുണ്ട്, ആത്മീയതയുണ്ട്, പക്വതയുണ്ട്, പരിജ്ഞാനമുണ്ട്. അതുണ്ടായിരിക്കണം. മറ്റ് ശേഷം മനുഷ്യരെ പോലെ ഷോ കാണിക്കാനുള്ളവരല്ല എന്ന് വ്യക്തമാക്കാനാണ് അപ്പോസ്തലൻ ആ വാക്യം പ്രയോഗിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ദൈവം അനുവദിച്ചാൽ ഈ വാക്യത്തിൻ്റെ തുടർഭാഗം അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് എവരിബഡി.